Good afternoon. Afternoon, ma'am. Good afternoon. Good afternoon, ma'am. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഫുഡൊക്കെ കഴിച്ചോ? ഞാൻ കഴിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എല്ലാവരും വായിച്ചിട്ട് നോക്കിയോ? ആൻസേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ടോ? മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് എളുപ്പമാണോ? ഓക്കെ, കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഇക്വിപ്മെന്റ് ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. ഇക്വിപ്മെന്റ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ഓക്കെ, ഇക്വിപ്മെന്റ് റീഡ് ചെയ്തോളൂ. പേജ് നമ്പർ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? മൊഡ്യൂൾ 2 ആണ് കേട്ടോ. മൊഡ്യൂൾ 2 ചാപ്റ്റർ 3 ആണ്. പേജ് നമ്പർ 20. റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തമ്പ് ചെയ്യാം.
കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം. ഓക്കെ. ഓക്കെ, നമുക്ക് നോക്കാം. എക്യുപ്മെന്റ് കേട്ടോ. ലബോറട്ടറിയിലെ ഉപകരണങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു പാരഗ്രാഫും തുടർന്ന് വരുന്ന പോയിന്റ്സും ഡിസ്കസ് ചെയ്യുന്നത്. Each laboratory should arrange a list of equipment needed for functioning of the laboratory depending on the kind of test performed. Equipment consists of hardware and software of instruments, measuring system and laboratory information system. അതായത് ഓരോ ലബോറട്ടറിയിലും എന്തുണ്ട്? എക്യുപ്മെന്റുകൾ ഉണ്ട്. ചെറിയ ലബോറട്ടറി ആയാലും വലിയ ലബോറട്ടറി ആയാലും എക്യുപ്മെന്റുകൾ ഉണ്ടാകും. എങ്ങനെയാണ് അവിടെ എക്യുപ്മെന്റുകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അവിടെ അറേഞ്ച് ചെയ്യുന്നത്? അതിന്റെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ ലാബിൽ ഒരിക്കലും വലിയ ലാബിൽ സൂക്ഷിക്കുന്ന ഉപകരണങ്ങൾ സൂക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ? അപ്പോ ഓരോ എക്യുപ്മെന്റിന്റെയും അല്ലെങ്കിൽ ഓരോ ലബോറട്ടറിയിലും ഉള്ള പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവിടെ ചെയ്യുന്ന ടെസ്റ്റുകൾക്ക് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? എക്യുപ്മെന്റുകൾ ലബോറട്ടറിയിൽ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. ഒന്നുകൂടി പറയാം, ഓരോ ലബോറട്ടറിയിലും ചെയ്യുന്ന ടെസ്റ്റുകൾ, അവിടെയുള്ള പ്രവർത്തനം എന്നിവയ്ക്ക് അനുസരിച്ച് വേണം എക്യുപ്മെന്റുകൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ. ഓക്കെ, ഇനി എക്യുപ്മെന്റ് എന്ന് പറയുന്നത് അത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ക്യാൻ ടച്ച്, നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ടച്ച് ചെയ്യാൻ സാധിക്കില്ല, സിസ്റ്റത്തിനുള്ളിലുള്ള കാര്യങ്ങളാണ്. അപ്പോ ഹാർഡ്വെയർ രൂപത്തിലും സോഫ്റ്റ്വെയർ രൂപത്തിലും ഇൻസ്ട്രുമെന്റ്സുകൾ അവിടെ ലബോറട്ടറിയിൽ ഉണ്ടാകും. ഓക്കെ, അതുപോലെ തന്നെ മെഷറിംഗ് സിസ്റ്റം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം, LIS എന്ന് പറയുന്ന ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം ലബോറട്ടറിയിൽ ഉണ്ടാകും. ഈ LIS എന്ന് പറയുന്ന ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റത്തിലൂടെയാണ് ഒരു സാമ്പിൾ കളക്ട് ചെയ്ത് ആ സാമ്പിളിന്റെ റിസൾട്ട് രോഗിക്ക് കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ലബോറട്ടറിയിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ടെസ്റ്റിനായിട്ട് നമ്മുടെ ലബോറട്ടറിയിൽ പോയി, അപ്പൊ അവര് പറയും കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാനോ അല്ലെങ്കിൽ നാളെ വരാനോ പറഞ്ഞിട്ട് അവര് നമ്മളെ തിരികെ അയക്കും അല്ലെ? അപ്പൊ ആ സമയമാകുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെ ലബോറട്ടറിയിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ബില്ല് കാണിക്കും അല്ലെ? അതിനകത്തൊരു ബിൽ നമ്പർ ഉണ്ടാകും അല്ലേ? ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഞാൻ ഈ പറയുന്നത്? ചെയ്യാറുണ്ടോ? ആ, ബില്ല് കാണിക്കും. ബില്ല് കാണിച്ചു കഴിയുമ്പോൾ അവരൊന്ന് സിസ്റ്റത്തിൽ നോക്കും അല്ലെ? സിസ്റ്റത്തിൽ നോക്കാറില്ലേ? കമ്പ്യൂട്ടറിൽ നോക്കും ആണോ? അപ്പൊ അങ്ങനെയല്ലേ ചെയ്യുന്നേ? ആ, ഈ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോ ഏത് സിസ്റ്റം അവിടെ ഉള്ളത്? LIS എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൽ നോക്കിയിട്ടാണ് അവർ നമ്മുടെ ടെസ്റ്റ് റിസൾട്ടുകൾ എത്രത്തോളം ആയിന്ന് വിലയിരുത്തുന്നത്. അതിൽ അറിയാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ചിലപ്പോൾ നമ്മളോട് പറയും കുറച്ച് നേരം കൂടുതൽ വെയിറ്റ് ചെയ്യണം, ആയി വരുന്നേ ഉള്ളൂ എന്ന് പറയും അല്ലെ? ഇതിനകത്ത് നോക്കി അവർ ട്രാക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളോട് അവര് ഇൻഫോർമേഷൻ തരുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം വഴിയാണ് ലാബിലെ സാമ്പിള് കളക്ട് ചെയ്യുന്നത് മുതൽ പേഷ്യന്റിന് റിസൾട്ട് കൈമാറുന്നത് വരെയുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ലാബിലെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. അതായത് നമുക്കറിയാം ആളുകൾക്ക് പ്രവേശനമില്ലാത്ത ഏരിയ ഉണ്ട് അല്ലെ? അതായത് എക്സാമിൻ ചെയ്യുന്ന ഏരിയ ഉണ്ട്. ഇവിടേക്കുള്ള മറ്റുള്ള ആളുകൾക്കൊന്നും അവിടേക്ക് പ്രവേശനം ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? അവിടെ നിന്ന് ഉള്ള വിവരങ്ങളൊക്കെ ഇതിനകത്ത് ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള എക്യുപ്മെന്റുകളെല്ലാം, അതായത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെന്റ്സ്
മെഷറിംഗ് സിസ്റ്റം, LIS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, ഇതൊക്കെയാണ് ലബോറട്ടറിയിലെ എക്യുപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് താഴെ പറയുന്ന പോയിന്റ്സ് എന്ന് നോക്കാം. Equipment should be chosen to meet the requirements of the laboratory with regard to design and capacity. അതായത് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ലബോറട്ടറിയിലെ എക്യുപ്മെന്റ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് എങ്ങനെയായിരിക്കണം? ലബോറട്ടറിയുടെ ഡിസൈൻ, അതുപോലെ തന്നെ അതിന്റെ കപ്പാസിറ്റി, പ്രവർത്തന ശേഷി എന്നിവയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഉപകരണങ്ങളായിരിക്കണം ലബോറട്ടറി തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ആദ്യം മുതലേ ഞാൻ പറയുന്നതാണ്, ഒരു ചെറിയ ലബോറട്ടറിയിൽ ഒരിക്കലും വലിയ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വെക്കാനായിട്ട് സാധിക്കില്ല. കാരണം അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് വലുതിനേക്കാൾ ചെറുതായിരിക്കുള്ളൂ. പിന്നെ അവിടെയുള്ള ഡിസൈൻ എന്ന് പറയുന്നത് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം. അപ്പോ ഓരോ ലബോറട്ടറിയുടെയും ഡിസൈനും അതിന്റെ കപ്പാസിറ്റിയും അനുസരിച്ച് വേണം അവിടെയുള്ള ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കാൻ. ഓക്കെ, അപ്പോ അത്തരത്തിലായിരിക്കണം. ഏത് ലബോറട്ടറി ആണെങ്കിൽ എല്ലാ ലബോറട്ടറിയിലും ഒരുപോലെ തന്നെ ആയിരിക്കണം എന്നില്ല, പലതും വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പോ കപ്പാസിറ്റി അനുസരിച്ച്, ഡിസൈൻ അനുസരിച്ചിട്ട് വേണം എക്യുപ്മെന്റുകൾ ചൂസ് ചെയ്യാൻ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, all equipment should be qualified before it is taken for clinical use. ഇനി എല്ലാ എക്യുപ്മെന്റുകളും ഉപയോഗത്തിന് മുമ്പ് ക്വാളിഫൈ ചെയ്തിരിക്കണം. അതായത് അതിന് ഗുണനിലവാരമുണ്ടോ എന്ന് ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ലബോറട്ടറിയിൽ പലതരത്തിലുള്ള എക്യുപ്മെന്റുകൾ യൂസ് ചെയ്യുന്നുണ്ടാകാം. പക്ഷെ അതിന്റെ ഉപയോഗത്തിന് മുമ്പ് അത് എൻഷുർ ചെയ്യണം. അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉപകരണമാണോ, എക്യുപ്മെന്റ് ആണോ, അതിന് ഗുണമേന്മയുണ്ടോ, അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. Then മൂന്നാമത്തെ പോയിന്റ്, all equipment should be in usable condition at all times. എല്ലാ എക്യുപ്മെന്റുകളും എല്ലാ സമയവും പ്രവർത്തനക്ഷമമായിരിക്കണം. അതായത് പ്രവർത്തിക്കുന്ന രീതിയിലായിരിക്കണം. ഏത് സമയത്ത് ചെന്ന് കഴിഞ്ഞാലും ആ ഒരു എക്യുപ്മെന്റ് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് തോന്നുന്ന സമയത്ത് ഇപ്പൊ ഏതെങ്കിലും ഒരു അർജന്റ് ഒരു സാമ്പിൾ കളക്ട് ചെയ്യാനായിട്ട് അർജന്റ് ആയിട്ട് ഒരു സാമ്പിൾ കൊണ്ടുവന്നു വിചാരിക്കുക ഒരു പേഷ്യന്റിന്റെ, അത് ടെസ്റ്റ് ചെയ്യാൻ എത്തുമ്പോഴാണ് എക്യുപ്മെന്റ് പ്രവർത്തിക്കത്തില്ല എന്നറിയുന്നത്. ആ ഒരു കണ്ടീഷനിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ? ചിലപ്പോ വേറെ ലാബിലേക്ക് അതായിരിക്കാം, അല്ലെങ്കിൽ പേഷ്യന്റ് നിരാശനായിട്ട് തിരിച്ചു പോകാം. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് സമയവും പ്രവർത്തിക്കുന്ന എക്യുപ്മെന്റുകളായിരിക്കണം ലബോറട്ടറിയിൽ ഉണ്ടാകേണ്ടത്. നാലാമത്തെ പോയിന്റ്, റെഗുലർ ഇൻസ്പെക്ഷൻ, ക്ലീനിങ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ് ഷുഡ് ബി പെർഫോംഡ്. Maintenance performed as per the recommendation of the manufacturer or more as required, examined with overuse of aging equipment. അതായത് റെഗുലർ ഇൻസ്പെക്ഷൻ ഉണ്ടായിരിക്കണം എക്യുപ്മെന്റ്. അതായത് റെഗുലർ ആയിട്ട്, അതായത് ഇത് പ്രവർത്തിക്കുന്നുണ്ടോ, നല്ല രീതിയിലാണോ, ഇതിന്റെ വർക്കിംഗ് കണ്ടീഷൻ ഓക്കെ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ക്ലീൻ ചെയ്തിരിക്കണം. ഉപയോഗശേഷവും ഉപയോഗത്തിന് മുമ്പായിട്ടും അത് വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള എക്യുപ്മെന്റുകൾ ഉണ്ട്. അതായത് ഓവർ യൂസ് വരുന്ന, എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എക്യുപ്മെന്റുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ കുറച്ച് പഴകിയിട്ടുള്ള അല്ലെ, ഏജിങ് ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ ഉണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യണം? മാനുഫാക്ചർ, അതായത് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കമ്പനി അല്ലെങ്കിൽ ആ നിർമ്മാതാക്കളുടെ ആവശ്യപ്രകാരം ആയിരിക്കണം അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോ പഴക്കമുള്ള എക്യുപ്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആയിക്കോട്ടെ, മാനുഫാക്ചറുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. കേട്ടോ? 4 പോയിന്റ് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. Then അഞ്ചാമത്തെ പോയിന്റ്, laboratories should maintain needful instructions for operation and maintenance of equipment in the form of SOP. A copy of the same should be made available near the equipment. ലബോറട്ടറി എന്ന് പറയുന്നത്, അതായത് അവിടെ SOP ഉണ്ടാവും. SOP എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അല്ലെ? ഇന്നതുപോലെ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് എന്ത് പറയുന്നത്, ഈ SOP എന്ന് പറയുന്നത്. അപ്പൊ ഓരോ കാര്യങ്ങളും, അതായത് SOP അനുസരിച്ചിട്ട് വേണം അവിടെയുള്ള എക്യുപ്മെന്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അത് ഉപയോഗിക്കുന്നതിനും.
പിന്നെ ഓരോ എക്യുപ്മെന്റിന്റെ അടുത്തായിട്ടും ഒരു ഫോട്ടോ കോപ്പി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് എക്യുപ്മെന്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ആദ്യമായിട്ട് ലബോറട്ടറിയിൽ ജോലി ചെയ്യാൻ വരുന്ന ആളാണെങ്കിൽ കൂടിയും അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഫോട്ടോ കോപ്പി അവിടെ അവൈലബിൾ ആയിരിക്കണം. ഈ എക്യുപ്മെന്റ് എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആ ഫോട്ടോ കോപ്പിയിൽ വ്യക്തമായിട്ട് എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങള് വീട്ടിൽ പാത്രങ്ങളൊക്കെ വാങ്ങിക്കുമ്പോ അതിനകത്ത് ഉണ്ടാവാറില്ലേ ഒരു നോട്ടീസ് പോലത്തെ സംഭവം ഉണ്ടാവാറുണ്ടോ? കുക്കർ വാങ്ങിക്കുമ്പോ അല്ലെ, അല്ലെങ്കിൽ വലിയ വലിയ പാത്രങ്ങൾ വാങ്ങിക്കുമ്പോ അല്ലെ. ഇപ്പൊ കുക്കറൊക്കെ, പ്രഷർ കുക്കറൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ യൂസേജ് എങ്ങനെയാണെന്നൊക്കെ എഴുതി കാണിക്കാറുണ്ട് അല്ലെ. ഇന്നതുപോലെ ചെയ്യണം അല്ലെ, ദാറ്റ് ഈസ് SOP കേട്ടോ. അപ്പൊ ലബോറട്ടറിയിലായാലും അത് ഉപയോഗിക്കുന്ന ആ ഉപകരണം എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എഴുതി അതിനകത്ത് വെച്ചിട്ടുണ്ടാകണം. ഒരു കോപ്പി അവിടെ അവൈലബിൾ ആയിരിക്കും. Then all equipment should undergo calibration and verification. ഇനി എല്ലാ എക്യുപ്മെന്റുകളും വെരിഫൈ ചെയ്തിരിക്കണം, വെരിഫൈ ചെയ്ത് രേഖപ്പെടുത്തിയിരിക്കണം. ദാറ്റ് ഈസ് കാലിബ്രേഷൻ കേട്ടോ. ഓക്കെ, കാലിബ്രേഷൻ എന്ന് പറയുന്നത് ഓരോ എക്യുപ്മെന്റുകളും പരിശോധിച്ച് കൃത്യമായിട്ട് അളന്ന് അത് രേഖപ്പെടുത്തി വെക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, then അടുത്ത പോയിന്റ്, മെയിന്റനൻസ് കോൺട്രാക്ട്സ് ഇൻക്ലൂഡിംഗ് വാറന്റി കാർഡ്സ്, telephone numbers of personal needs to be contacted in the event of equipment malfunction should be kept safely but within reach for the user. അതുപോലെ തന്നെ ഓരോ എക്യുപ്മെന്റുകളുമായി ബന്ധപ്പെട്ടിട്ട് വാറന്റി കാർഡുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കുവാണെങ്കിൽ വാറന്റി കാർഡ് അവൈലബിൾ ആകും, നമുക്ക് കിട്ടില്ലേ? വാറന്റി കാർഡ് ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ കമ്പനിയുടെ കോണ്ടാക്ട് നമ്പറും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഏത് കമ്പനിയിൽ നിന്നാണ് നമ്മൾ സാധനം വാങ്ങിച്ചത്, അതിന്റെ അവരുടെ കോണ്ടാക്ട് നമ്പറും അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഉണ്ടാവും അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും ഓരോ എക്യുപ്മെന്റിന്റെയും വാറന്റി കാർഡ്, ടെലിഫോൺ നമ്പർ, അതായത് ആരിൽ നിന്നാണോ നമ്മൾ വാങ്ങിച്ച ആ വ്യക്തിയുടെ ടെലിഫോൺ നമ്പർ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, അതായത് അവിടെ തന്നെ ഏത് സമയവും അവൈലബിൾ ആകുന്ന രീതിയിൽ അവിടെ ലഭ്യമാകണം. കാരണം ആ ഉപകരണം എന്തെങ്കിലും തരത്തിൽ പ്രവർത്തിക്കാതെ വന്നു കഴിഞ്ഞാൽ അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളും കൈവശം സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. Then last one, user manual should be readily available for reference. User manual ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതായത് എങ്ങനെയാണ് എക്യുപ്മെന്റ് ഉപയോഗിക്കേണ്ടത്, ഏത് സമയത്താണ് അത്, ഓരോ കാര്യങ്ങളും അതിന്റെ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസർ മാനുവല് ഈ ഒരു എക്യുപ്മെന്റുകളിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് വായിച്ചോളൂ കേട്ടോ, പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. നെക്സ്റ്റ് പേജില് 4th പോയിന്റ് വരെ റീഡ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് പേജില് 4th പോയിന്റ് വരെ.
റീഡ് ചെയ്ത് കഴിഞ്ഞോ? ഇല്ല, ചെയ്തോളൂ കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ. ലബോറട്ടറിയിലുള്ള പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. ഫസ്റ്റ് പോയിന്റ്, specimen should be attached with at least 2 unique identifiers, example name, age, etc. അതായത് സാമ്പിള് കളക്ട് ചെയ്യുന്ന സമയത്ത് അതിപ്പോ ബ്ലഡ് ആവാം, യൂറിൻ ആവാം, സെറം ആവാം, പ്ലാസ്മ ആവാം. ഓക്കെ, അപ്പോ സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സാമ്പിൾ കളക്ട് ചെയ്യുന്ന സമയത്ത് അതായത് ചുരുങ്ങിയത് 2 യുണിക് ഐഡന്റിഫയേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യണം, അതിനെ രേഖപ്പെടുത്തണം എന്നാ പറയുന്നത്. ഇപ്പൊ സാമ്പിളില് നമ്മളിപ്പോ ഏതെങ്കിലും ഇപ്പൊ നമുക്കറിയാം സാമ്പിള് ലബോറട്ടറിയിൽ കൊടുക്കുന്ന സമയത്ത്, ബ്ലഡ് കൊടുക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അവര് പ്രത്യേകം നമ്മുടെ ബ്ലഡ് ഒക്കെ എടുത്തതിന് ശേഷം എന്ത് ചെയ്യും, അതിനകത്ത് എഴുതി വെക്കാറുണ്ട് അല്ലെ. എന്താ എഴുതി വെക്കുന്നേ, കണ്ടിട്ടുണ്ടാവും, എഴുതി ഒട്ടിച്ചു വെക്കും അല്ലെ. എന്താ എഴുതി വെക്കുന്നേ സാമ്പിള് കളക്ട് ചെയ്യുമ്പോ? എന്താ എഴുതി വെക്കുന്നേ? ഉത്തരം അറിയില്ല ആർക്കും. സാമ്പിള് കളക്ട് ചെയ്യുന്ന നെയിം എഴുതി വെക്കും, അതുപോലെ തന്നെ ഏജ്. ഇപ്പൊ 2 കാര്യങ്ങളെങ്കിലും ചുരുങ്ങിയത് ഇതിനകത്ത് രേഖപ്പെടുത്തി വെക്കണം എന്നാണ് പറയുന്നത് അല്ലെ. ഒന്ന് പേര് അല്ലെ, പേഷ്യന്റിന്റെ പേര്, ആ സാമ്പിളില് എടുത്തത് ആരാണോ അവരുടെ പേര്, അതുപോലെ തന്നെ അവരുടെ ഏജ്. ഓക്കെ, അപ്പൊ 2 യൂണിക് ഐഡന്റിഫയേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം, സ്പെസിമെൻ അറ്റാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ലേബൽ ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, സ്പെസിമെൻ ലേബലിംഗ് യൂസിങ് ബാർകോഡ്സ് ഈസ് ആൻ ഓപ്ഷൻ ദാറ്റ് മേ ഡിക്രീസ് എറേഴ്സ്. അതായത് സ്പെസിമെൻ എന്ത് ചെയ്യണം, ലേബിൾ ചെയ്യുമ്പോൾ ബാർകോഡ് യൂസ് ചെയ്യാം. ബാർകോഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, ലേബിൾ ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ എന്താ പറയാ, എറേഴ്സ് കുറയ്ക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം ചില കേസിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സാമ്പിളൊക്കെ അന്യോന്യം മാറിപ്പോവാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോ 2 പേഷ്യന്റിന് തന്നെ ഒരേ പേരൊക്കെ വരുന്ന സമയത്ത് അവർക്ക് കൺഫ്യൂഷൻ വരാറുണ്ട് അല്ലെ. അപ്പോൾ ചിലപ്പോ കൊടുക്കുന്ന ടെസ്റ്റ് റിസൾട്ടിലൊക്കെ മിസ്റ്റേക്ക് വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അപ്പോ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബാർകോഡ് ഉപയോഗിക്കുന്നതിലൂടെ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, then label may include following details. ഇനി താഴെ പറയുന്ന കാര്യങ്ങളിലാണ് ലേബലിൽ ഉള്ളത്. എന്തൊക്കെയാ? ഒന്ന് പേഷ്യന്റ് നെയിം, പേഷ്യന്റ് പേര്, അതുപോലെ ഏജ്, ജെൻഡർ, അതുപോലെ പേഷ്യന്റ് ID, then ടെസ്റ്റ് റിക്വസ്റ്റഡ്, ഏത് ടെസ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്, then time and date of specimen collection, അതായത് സ്പെസിമെൻ എടുത്തിട്ടുള്ള ടൈമും അതുപോലെ ഡേറ്റും. ഇത്തരം കാര്യങ്ങളാണ് ഉണ്ടാവുന്നത് കേട്ടോ. ക്ലിയർ ആണോ?
അപ്പൊ സാമ്പിൾ കൊടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 2 ഐഡന്റിഫയേഴ്സ് വെച്ചിട്ട് ലേബിൾ ചെയ്തിരിക്കണം. ഇനി ബാർകോഡ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് എറേഴ്സ് കുറയ്ക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ പോയിന്റ് വരുന്നത് റിക്വസിഷൻ ഫോം ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം ആണ് കേട്ടോ. The requisition form should be finished by the doctor health worker requesting the test and sent together with the specimen patient to the laboratory. അതായത് റിക്വസിഷൻ ഫോം ഫിൽ ചെയ്ത് തരുന്നത് ആരാണ്? ഡോക്ടറാണ്. നമ്മൾ ലബോറട്ടറിയിൽ ചെയ്യുന്ന സമയത്ത് വെറുതെ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് അവര് ടെസ്റ്റ് ചെയ്ത് തരുമോ? സാധാരണ കോമൺ നമുക്ക് നോർമൽ ആയിട്ട് ഉണ്ടാക്കുന്ന അസുഖങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്? ടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ? ഇപ്പൊ ബ്ലഡ് ഷുഗർ നോക്കണം, ഫാസ്റ്റിംഗിൽ നോക്കണം അല്ലെ, അല്ലെങ്കിൽ ആഫ്റ്റർ ഫുഡ് നോക്കണമെങ്കിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? അവര് ചെയ്തു തരാറുണ്ട്. അല്ലാതെ വലിയ വലിയ ടെസ്റ്റുകൾക്കൊക്കെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വേണം അല്ലെ? നമ്മുടെ ചീട്ട് കൊടുക്കണ്ടേ? നമ്മള് കൊടുക്കണോ? കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാലാണ് എന്ത് കിട്ടും? നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ? ഓക്കെ. അപ്പൊ ഈ ഡോക്ടറാണ് എന്ത് ചെയ്യുന്നത്? ഈ റിക്വസിഷൻ ഫോം ഫിൽ ചെയ്തിട്ട് ലബോറട്ടറിയില് പേഷ്യന്റ് കൊടുത്തയക്കുന്നത്. ഇനി നമ്മൾ ചില ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ അടുത്ത് ചില ലാബുകളുടെ ഫോമുകൾ കാണാനായിട്ട് സാധിക്കും. കണ്ടിട്ടുണ്ടോ അങ്ങനെ? ചില ഡോക്ടേഴ്സ് നമ്മളോട് പറയും ഇന്ന ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് ആ ലബോറട്ടറിയുടെ പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫോം ആയിരിക്കും. എന്നിട്ട് കുറെ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാകും. ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, MRI സ്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടാവും. എന്നിട്ട് അതിന്റെ നേരെ കുഞ്ഞു കുഞ്ഞു കോളംസ് ഉണ്ടാകും. ഓക്കെ. എന്നിട്ട് അതിനകത്ത് ഡോക്ടർ എന്ത് ചെയ്യും? ടിക്ക് ചെയ്തിട്ട് പേരും ഏജും കാര്യങ്ങളൊക്കെ എഴുതും. ഓക്കെ, ദാറ്റ് ഈസ് റിക്വസിഷൻ ഫോം. ഓക്കെ. അപ്പൊ ഡോക്ടറാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു റിക്വസിഷൻ ഫോം ഫിൽ ചെയ്യുന്നത്. അത് ലബോറട്ടറിയിൽ കൊടുക്കുന്നു, അവര് സാമ്പിൾ എടുക്കുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ നടക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, the patients identify age, location, date and time of specimen collection, investigation requested and source of sample, example for culture and pathology should also be included. ഇനി അതുപോലെ തന്നെ ഇതിനകത്തുള്ള കാര്യങ്ങളാണ് പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്തത്. പേഷ്യന്റെ പേര്, അതുപോലെ അവരുടെ ഏജ്, ലൊക്കേഷൻ, സ്പെസിമെൻ കളക്ട് ചെയ്യുന്നത്, അത് തീയതി, അതായത് ഡേറ്റും അതുപോലെ തന്നെ ടൈമും, പിന്നെ സാമ്പിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് സാമ്പിൾ ആണ്, ചിലപ്പോ ബ്ലഡ് സാമ്പിൾ ആകാം, അല്ലെങ്കിൽ യൂറിൻ സാമ്പിൾ ആകാം, അല്ലെങ്കിൽ ടിഷ്യൂ ആകാം, അങ്ങനെ ഏത് സാമ്പിൾ ആണോ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഇതില് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഓക്കെ. ഇത്തരം ഈ രണ്ട് കാര്യങ്ങളാണ് റിക്വസിഷൻ ഫോം അല്ലെങ്കിൽ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോമിൽ പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് സാമ്പിൾ അക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷൻ ആണ് കേട്ടോ. സാമ്പിൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ റിജക്ട് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, all specimens should be checked on receiving in the laboratory for fitness for test. This check should include suitable container, quantity, volume in case of blood, urine sample, quality of sample in the case of tissue samples, any leakage, etc. ഇനി സ്പെസിമെൻ അല്ലെങ്കിൽ സാമ്പിള് ലബോറട്ടറിയിൽ കളക്ട് ചെയ്യുന്ന സമയത്ത് അത് ശരിയായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടെയ്നറിലാണോ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ? സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടെയ്നറിലാണോ എന്ന് ശ്രദ്ധിക്കണം. ഇനി അത് മതിയായിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണോ ഉള്ളത്? ഇപ്പൊ ബ്ലഡ് എടുത്തു കഴിഞ്ഞാലും യൂറിൻ ഒക്കെ എടുത്തു കഴിഞ്ഞ സമയത്ത് ശരിയായിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണോ അതുള്ളത് നോക്കണം. പിന്നെ ക്വാളിറ്റി നോക്കാറുണ്ട്, അതായത് ടിഷ്യൂ സാമ്പിളിന്റെ ഒക്കെ ക്വാളിറ്റി നോക്കാറുണ്ട്, ലീക്കേജ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ലബോറട്ടറിയിൽ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്കും എക്സ്പീരിയൻസ് ഉണ്ടാകാം അല്ലെ? ഇപ്പൊ ലബോറട്ടറിയിൽ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റുകൾക്ക് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ യൂറിൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത്, യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്തൊക്കെ അവർ പറയാറുണ്ട് അല്ലെ, ഇത് ശരിയായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ അല്ലെ, ഇത്ര അളവ് പോരാ എന്ന് പറയാറുണ്ട്. പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഉണ്ട്, ആണല്ലേ? ഇത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളതുണ്ട് അല്ലെ. പിന്നെ അതില് വെള്ളമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീഴ്ത്താനൊന്നും പാടില്ല അല്ലെ. അതൊക്കെ നമ്മളോട് അവർ പറഞ്ഞു തരും, ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം സാമ്പിൾ എടുക്കുന്ന സമയത്ത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? സാമ്പിൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്,
record should be kept for acceptance or rejection with the reasons and actions specified of all the samples received in the laboratory as per criteria and the criteria defined earlier. ഇനി അതായത് ചില കാരണങ്ങൾ കൊണ്ട് ഒന്നില്ലെങ്കിൽ സാമ്പിൾ അക്സെപ്റ്റ് ചെയ്യാം, അവര് ലബോറട്ടറിയിൽ അത് റിസീവ് ചെയ്യുക. ചില കാരണങ്ങൾ കൊണ്ട് അത് റിജക്റ്റ് ആവാം. ഞാൻ പറഞ്ഞു മതിയായ ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, സാമ്പിൾ റിജക്റ്റ് ആവും. ഇപ്പൊ ടിഷ്യൂ സാമ്പിൾ ഒക്കെ ശേഖരിക്കുന്ന സമയത്ത് അതിന് ശരിയായിട്ടുള്ള ക്വാളിറ്റി ഇല്ലെങ്കിൽ അത് റിജക്റ്റ് ആവും. അപ്പൊ റിജക്റ്റ് ആയാലും അക്സെപ്റ്റ് ചെയ്താലും അതിന്റെ കാരണങ്ങൾ വ്യക്തമായിട്ട് ഇപ്പൊ റിജക്റ്റ് ആവുകയാണ്, ഇപ്പൊ സാമ്പിൾ എടുത്തിട്ട് അത് റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ കാരണം വ്യക്തമായിട്ട് ലബോറട്ടറി റെക്കോർഡിൽ രേഖപ്പെടുത്തി വെക്കേണ്ടതാണ്. ഇന്ന കാരണം കൊണ്ടാണ് ഈ സാമ്പിൾ റിജക്ട് ചെയ്യപ്പെട്ടത്. ഓക്കെ, അപ്പൊ വ്യക്തമായിട്ടുള്ള കാരണം എന്ത് ചെയ്യണം, ലബോറട്ടറി റെക്കോർഡിൽ രേഖപ്പെടുത്തണം. Then മൂന്നാമത്തെ പോയിന്റ്, if laboratory rejects any sample, it should be informed the patient, doctor and need for recollection. ഇനി പേഷ്യന്റ് വന്ന സാമ്പിൾ ലബോറട്ടറിയിൽ കൊടുത്തു, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്വാണ്ടിറ്റിയിലുള്ള അളവ് കുറവുണ്ടോ, അല്ലെങ്കിൽ ലീക്കേജ് ഇഷ്യൂ ഉണ്ടോ, അല്ലെങ്കിൽ ക്വാളിറ്റിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് സാമ്പിൾ റിജക്ട് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കാം. അപ്പോ ലബോറട്ടറിയിലെ റെക്കോർഡിൽ രേഖപ്പെടുത്തുകയും അത് പേഷ്യന്റിനെ അറിയിക്കുകയും വേണം. അതായത് അതിൽ അവര് ടെസ്റ്റ് റിസൾട്ടിന് കാത്തിരിക്കില്ലേ, പേഷ്യന്റിനെ അറിയിക്കണം, ഇന്ന കാരണം കൊണ്ട് താങ്കളിൽ നിന്ന് എടുത്തിട്ടുള്ള സാമ്പിൾ റിജക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പേഷ്യന്റിനെ അറിയിക്കണം, അതുപോലെ തന്നെ ഡോക്ടറെയും അറിയിക്കാം. പിന്നെ എന്ത് ചെയ്യാം, റീകളക്ഷന് വേണ്ടിയിട്ട് പേഷ്യന്റിനെ വിളിക്കാം. അതായത് ഒരു പ്രാവശ്യം എടുത്ത സാമ്പിള് നമ്മൾ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും എടുത്തു കഴിഞ്ഞാലാണ് റിസൾട്ട് കിട്ടുള്ളൂ അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, വീണ്ടും അത് എടുക്കേണ്ടി വരും. ഇപ്പൊ ബ്ലഡ് ഒക്കെ എടുക്കുന്ന സമയത്ത് മതിയായിട്ടുള്ള, അതായത് ഇത്ര അളവുന്നുണ്ട്, ഇത്ര അളവിൽ എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം ചില ആളുകളൊക്കെ എന്താ പറയാ, അതായത് ബ്ലഡ് എടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ബ്ലഡ് ഒന്നും കിട്ടില്ല, ചിലർക്ക് വെയിൻ ഒന്നും കിട്ടില്ല. ആ സമയത്തൊക്കെ ബ്ലഡ് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും അല്ലെ. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും, ഒരു കയ്യിൽ കുത്തിയിട്ട് വേറൊരു കയ്യിൽ കുത്തും, എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ബ്ലഡ് എടുക്കും. അപ്പൊ ഒരു വെയിറ്റ് ചെയ്യാനൊക്കെ പറയും നമ്മളോട്. എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക്? ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ഡോക്ടറെയും പേഷ്യന്റിനെയും അറിയിക്കേണ്ടതാണ്. റീകളക്ഷൻ ഉള്ള ഫെസിലിറ്റീസും ഒരുക്കി കൊടുക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ് വൺ ലബോറട്ടറി റെക്കോർഡാണ് കേട്ടോ. ലബോറട്ടറി റെക്കോർഡ്. All the released laboratory reports should be stored as per the national regulator needs. അതായത് എല്ലാ ലബോറട്ടറി റിപ്പോർട്ടുകളും നാഷണൽ റെഗുലേറ്ററി നീഡ്സിനനുസരിച്ചിട്ടായിരിക്കണം കെപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ദേശീയ നിയന്ത്രണ നിയമങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കണം ലബോറട്ടറി റിപ്പോർട്ടുകൾ കെപ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഒരു പേഷ്യന്റ് വന്ന് ടെസ്റ്റ്, അതായത് എന്തെങ്കിലും സാമ്പിൾ കൊടുത്തു, അതിന്റെ റിസൾട്ടുകൾ സൂക്ഷിക്കുന്നത് ലബോറട്ടറിയിലാണ്. കോപ്പി എന്തായാലും, അതായത് ഒരു കോപ്പി എന്തായാലും പേഷ്യന്റിന് കൊടുക്കും. മാത്രമല്ല അവരുടെ സിസ്റ്റത്തില് അതിന്റെ പ്രിന്റ് ഔട്ടുകൾ ഉണ്ടാകും. ഇത് മൂന്നാമതൊരാൾക്ക് കൊടുക്കാനായിട്ട് പാടില്ല, തികച്ചും കോൺഫിഡൻഷ്യൽ ആകണം. ഓക്കെ, അത് ഹോസ്പിറ്റലിലായാലും പേഷ്യന്റ് വിവരങ്ങളും കാര്യങ്ങളും, ലബോറട്ടറിയിലായാലും എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ ദേശീയ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കണം പേഷ്യന്റിന്റെ ലാബ് റിപ്പോർട്ട് ലബോറട്ടറിയിൽ സൂക്ഷിക്കേണ്ടത്. Then രണ്ടാമത്തെ പോയിന്റ്, the records can be kept as physical copies as instrument printouts, photocopies or electronically, LIS, HAS. LIS എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. അതായത് ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണെന്ത്, LIS എന്ന് പറയുന്നത്. HAS എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. അതായത് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണെന്ത്, ഈ HAS എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് നിങ്ങൾ അതിന്റെ ഫുൾ ഫോം എന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. LIS മീൻസ് ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം. LIS laboratory information system.
Then HIS, Hospital Information System. Hospital Information System. Okay. അപ്പൊ റെക്കോർഡുകള് ലബോറട്ടറിയിൽ കെപ്റ്റ് ചെയ്യുന്നത് ഫിസിക്കൽ കോപ്പീസ് ആയിട്ട് കെപ്റ്റ് ചെയ്യാം അല്ലെ. ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്സ് ആയിട്ടോ ഫോട്ടോ കോപ്പീസ് ആയിട്ടോ എന്ത് ചെയ്യാം, ലബോറട്ടറിയിൽ കെപ്റ്റ് ചെയ്യാം. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മള് ടെസ്റ്റ് റിസൾട്ട് വാങ്ങിക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് കുറേ അധികം കോപ്പികൾ ഇട്ടുണ്ടാവുമല്ലോ അവിടെ, ഇല്ലേ? കണ്ടിട്ടുണ്ടോ കോപ്പികൾ ഇരിക്കുന്നേ? കണ്ടിട്ടുണ്ട്? നമ്മുടെ മാത്രമാണോ? അവിടെ വരുന്ന എല്ലാ ആളുകളുടെയും കോപ്പീസ് അവിടെ ഇരിക്കുന്നത് കാണാനായിട്ട് പറ്റും അല്ലെ, ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഫോട്ടോ കോപ്പീസ് അല്ലെങ്കിൽ ഫിസിക്കൽ കോപ്പീസ് ആയിട്ട് എന്ത് ചെയ്യാം, ലബോറട്ടറിയിൽ സൂക്ഷിക്കാം. അതുപോലെ തന്നെ സിസ്റ്റത്തിലും എന്ത് ചെയ്യാം, കെപ്റ്റ് ചെയ്ത് വെക്കാം. LAS എന്ന് പറയുന്ന സിസ്റ്റത്തിൽ എന്ത് ചെയ്യാം, ഈ റിസൾട്ടുകള് ശേഖരിച്ച് അല്ലെങ്കിൽ കളക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, യൂസ് ഓഫ് LIS, ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം, ലബോറട്ടറി ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. രണ്ട് രീതിയിൽ പറയാം കേട്ടോ. LIS എന്ന് പറയാം, LIMS എന്ന് പറയാം. LIS എന്ന് പറയുന്നത് ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. LIMS എന്ന് പറയുന്നത് ലബോറട്ടറി ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. നിങ്ങൾക്ക് ഈ LIS-നെയും LIMS-നെയും കുറിച്ച് വിശദമായിട്ട് മൊഡ്യൂൾ 4-ൽ പഠിക്കാനുണ്ട് കേട്ടോ. മൊഡ്യൂൾ 4 ആവുമ്പോഴാണ് ഈ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പോ LIS മീൻസ് ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം. ഇനി LIMS എന്ന് പറയുന്നത് ലബോറട്ടറി ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. എഴുതിയോ? ഇവിടെ ഉണ്ട്, ഞാൻ പറഞ്ഞു തന്നതാണ് കേട്ടോ. ഓക്കെ, യൂസ് ഓഫ് LIS, laboratory information system, laboratory information management system enables a laboratory to track specimens from receipt to processing, testing and reporting to storage. ഈ LIS എന്ന് പറയുന്ന അല്ലെങ്കിൽ LIMS എന്ന് പറയുന്ന ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഒരു ലബോറട്ടറിയില് ടെസ്റ്റുകൾ, അതായത് സാമ്പിള് കളക്ട് ചെയ്യുന്നത് മുതൽ ആ സാമ്പിള് ആളുകൾക്ക് കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, പ്രോസസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റോറേജ് ചെയ്യപ്പെടുന്നത്, അതായത് സ്റ്റോർ ചെയ്യുന്ന വിവരങ്ങള്, അതുപോലെ തന്നെ റിസൾട്ടുകൾ, റിപ്പോർട്ടുകൾ കൊടുക്കാനായിട്ട് സഹായിക്കുന്നു. പിന്നെ അതുപോലെ പ്രോസസ്സിംഗ് നടക്കുന്നത് ട്രാക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും സാമ്പിള് സാമ്പിള് ലബോറട്ടറിയിൽ റിസീവ് ചെയ്യുന്നത് മുതൽ സാമ്പിള്, അതായത് റിസൾട്ടുകൾ പേഷ്യന്റിന് കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ LIS അല്ലെങ്കിൽ LIMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലബോറട്ടറി റിപ്പോർട്ട് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി നമുക്ക് അടുത്തത് ലബോറട്ടറി റെക്കോർഡ്സ് ഇൻക്ലൂഡ് ബട്ട് ആർ നോട്ട് ലിമിറ്റഡ് ടു ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്നത് ചില ലബോറട്ടറി റെക്കോർഡുകളെ കുറിച്ചിട്ടാണ്. പക്ഷെ ഇതിനകത്ത് ലിമിറ്റഡ് ആയിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കുറെ ഉണ്ട്, കുറച്ച് റെക്കോർഡുകൾ മാത്രം താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ റിക്വസ്റ്റ് ഫോംസ് ആണ്. റിക്വസ്റ്റ് ഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്വസ്റ്റ് ഫോംസ്, ആരാണ് റിക്വസ്റ്റ് ഫോം ഫിൽ ചെയ്യുന്നത്? ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാ ഫിൽ ചെയ്തെന്ന് കമന്റ് ചെയ്തേ. ഡോക്ടർ ആണല്ലേ. അതായത് പേഷ്യന്റിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ടെസ്റ്റുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നിവ അടങ്ങുന്ന ഫോമുകളാണത് റിക്വസ്റ്റ് ഫോം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ചെയ്യേണ്ട ടെസ്റ്റുകള്, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫോമാണ് റിക്വസ്റ്റ് ഫോംസ്. രണ്ടാമത്തതാണ് റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്സ്. അതായത് ചെയ്ത ടെസ്റ്റുകളുടെ പരിശോധനാ ഫലങ്ങള്, റിസൾട്ടുകള്, അതിന്റെ റിപ്പോർട്ടുകള്, അതിന്റെ കോപ്പികള്. ഓക്കെ, അപ്പോ
നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് വിചാരിക്കാം. നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് തരുമല്ലോ അവര്. അതവര് ഫോട്ടോ കോപ്പിയാണ് തരുന്നത്. അവരുടെ സിസ്റ്റത്തിൽ അതിന്റെ ഒറിജിനൽ കിടക്കുന്നുണ്ടാവില്ലേ? ഉണ്ടാവില്ലയോ? സിസ്റ്റത്തിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ? ഓക്കെ. അപ്പോ നമ്മുടെ ടെസ്റ്റുകളുടെ റിസൾട്ടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതിന്റെ ഫോട്ടോ കോപ്പികളും, അതിനെയാണ് റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്സ് ആണ്. ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാബിലെ മെഷീനുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രിന്റ് ഔട്ടുകളാണ് കേട്ടോ. ലാബിലെ മെഷീനുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രിന്റ് ഔട്ടുകളാണ് ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നാലാമത്തേതാണ് ലബോറട്ടറി വർക്ക് ബുക്ക് ആൻഡ് വർക്ക് ഷീറ്റ്. എന്താണ് ലബോറട്ടറി വർക്ക് ബുക്ക് ആൻഡ് വർക്ക് ഷീറ്റ്? അതായത് ലാബിലെ ടെക്നീഷ്യന്മാര് ഡെയിലി എഴുതുന്ന വർക്ക് ഷീറ്റ് ആണ് കേട്ടോ. അവര് ഡെയിലി രേഖപ്പെടുത്തി വെക്കുന്ന വിവരങ്ങളാണെന്ത്? വർക്ക് ബുക്ക് ആൻഡ് വർക്ക് ഷീറ്റ്. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തു, എന്തൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നതാണെന്ത്? ലബോറട്ടറി വർക്ക് ബുക്ക് ആൻഡ് വർക്ക് ഷീറ്റ്. ടെക്നീഷ്യന്മാരാണ് ഇത് രേഖപ്പെടുത്തി വെക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ ലബോറട്ടറി രജിസ്റ്റേഴ്സ് ആണ്. അതായത് പലതരത്തിലുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്. സാമ്പിൾ രജിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫ് രജിസ്റ്റർ ഉണ്ട്. പിന്നെ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പല രജിസ്റ്ററുകളും എവിടെ സൂക്ഷിക്കുന്നുണ്ട്? ലാബിൽ സൂക്ഷിക്കുന്നുണ്ട്. ഓക്കെ. കുറേയധികം രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇന്ന രജിസ്റ്റർ എന്ന് പറയുന്നില്ല. എക്സാമ്പിൾ പറഞ്ഞതാണ് സാമ്പിൾ രജിസ്റ്റർ. സാമ്പിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു സാമ്പിൾ രജിസ്റ്ററിലാണ്. നെക്സ്റ്റ് വൺ കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എക്യുപ്മെന്റുകൾ ശരിയായിട്ടുള്ള രീതിയിൽ വെരിഫൈ ചെയ്ത് രേഖപ്പെടുത്തുന്ന റെക്കോർഡാണെന്ത്? കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. എക്യുപ്മെന്റുകൾ ശരിയായ രീതിയിൽ വെരിഫൈ ചെയ്ത് രേഖപ്പെടുത്തും. ഇനി അതുപോലെ തന്നെ QC റെക്കോർഡ്സ്. QC റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ ക്വാളിറ്റി മാനുവലുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ നടത്തി അത് രേഖപ്പെടുത്തി വെക്കുന്ന റെക്കോർഡാണ് QC റെക്കോർഡ് എന്ന് പറയുന്നത് കേട്ടോ. ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് ചെക്ക് ചെയ്തിട്ട് അത് രേഖപ്പെടുത്തി വെക്കുന്നു. ഇനി അതുപോലെ തന്നെ ഇൻസിഡന്റ് ബുക്ക്, കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്. ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ലബോറട്ടറിയിൽ പല വിധത്തിലുള്ള അപകടങ്ങൾ നടന്നേക്കാം. എന്തൊക്കെ അപകടങ്ങളാണ് നമ്മൾ പഠിച്ചത്? കഴിഞ്ഞതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാവാം ലബോറട്ടറിയില്? ദാറ്റ് ഈസ് ഇൻസിഡന്റ്. ഒന്ന് കമന്റ് ചെയ്തേ. ഒരപകടം ഉണ്ടാകില്ലേ? നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്താണ് ആക്റ്റീവ് അല്ലാത്തത്? കെമിക്കൽ സ്പിൽ അല്ലെ? രാസചോർച്ച ഉണ്ടാവാം. പിന്നെ തീപിടുത്തം ഉണ്ടാവാം, ഫയർ ഉണ്ടാവാം. ഓക്കെ. ഓക്കെ. അങ്ങനെ കുറേയധികം അപകടങ്ങൾ അവിടെ ഉണ്ടാകാം, ലാബിൽ നടക്കാം അല്ലെ? അപ്പൊ ഇത്തരത്തില് അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തി വെക്കുന്നതാണെന്ത്? ഇൻസിഡന്റ് ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു തീപിടുത്തം ഉണ്ടായെന്ന് വിചാരിക്കാം. അത് ലാബിന്റെ ഏത് ഏരിയയിലാണ് ഉണ്ടായത്? എപ്പോഴാണ് അത് സംഭവിച്ചത്? ഏത് ദിവസമാണ് അത് സംഭവിച്ചത്? ഏതെങ്കിലും സ്റ്റാഫുകൾക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നതാണെന്ത്? ഇൻസിഡന്റ് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? നിങ്ങൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചിട്ടില്ലേ? ഇൻസിഡന്റ് ബുക്ക് പഠിച്ചിട്ടുണ്ടോ? ഓർമ്മ വരുന്നുണ്ടോ? ഇൻസിഡന്റ് ബുക്ക് പഠിച്ചിട്ടുണ്ടോ? ഇല്ല.
ഓക്കെ ഓക്കെ. ഇനി അതുപോലെ തന്നെ കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്. കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട് എന്താണ്? ഇപ്പൊ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാല്, ഫയർ ഉണ്ടായി കഴിഞ്ഞാല് വെറുതെ നിൽക്കില്ല അല്ലെ? അത് എങ്ങനെയെങ്കിലും അത് തടയണം, അല്ലെങ്കിൽ ആ തീ കെടുത്തണം അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികൾ എടുത്തു? ആരൊക്കെയാണ് വിളിച്ചത്? ചിലപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ചിരിക്കാം, അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തിരിക്കാം, എന്തെങ്കിലും സാധനങ്ങൾ, എന്തെങ്കിലും ഇതൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ചിലപ്പോ ആ ഒരു തീ കെടുത്തിയത്. ഓക്കെ, അപ്പൊ അത്തരത്തില് എന്തൊക്കെ ആക്ഷൻ ആണ് ആ ഒരു ആക്സിഡന്റിന്, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റിന് എന്തൊക്കെ ആക്ഷൻ ആണ് എടുത്തിട്ടുള്ളത്, അത്തരത്തിലുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നതാണ് കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ എടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ കേട്ടോ. മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല, മൈക്ക് ഓഫ് ചെയ്യാതെയാണ് ഇത്രയും നേരം ക്ലാസ് എടുത്തത്. പക്ഷെ നിങ്ങൾ മിണ്ടാത്തത് കൊണ്ട് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? മൈക്ക് ഓൺ ആയിരുന്നു, പക്ഷെ നിങ്ങൾ യാതൊരു വിധ ഒച്ചപ്പാടില്ല. കുറച്ചുകൂടി ആക്റ്റീവ് ആവും കേട്ടോ. എനിക്കാണ് 3 ക്ലാസ് വരുന്നത്. 3 ക്ലാസ് ഉള്ള ടീച്ചർമാരോട് ചോദിക്കുക എന്താണ് ആ കുട്ടികൾ ആക്റ്റീവ് അല്ലാത്തതെന്ന് ചിലപ്പോൾ ചോദിക്കാം. ഇല്ലേ? കുറച്ചുകൂടി ഇന്ററാക്ഷൻ. എന്നെ അല്ലേ നിങ്ങൾ കൂടുതൽ കാണുന്നേ? എന്നിട്ട് എന്താ മിണ്ടാതിരിക്കുന്നേ? 3 ദിവസവും കാണും, തിങ്കൾ ബുധൻ വെള്ളി. ഒന്നും ചോദിക്കാനില്ല അല്ലേ? ഞാൻ തമാശക്ക് പറഞ്ഞാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ കോമഡി ഒക്കെ ആവാം, തമാശയൊക്കെ പറയാം, യാതൊരു കുഴപ്പമില്ല. പഠിക്കുന്ന കാര്യങ്ങൾ പഠിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾക്ക് ഉറക്കം വരുന്നത് ഈ സമയമായതുകൊണ്ടാണല്ലോ. അപ്പൊ ചോദിക്കുന്ന എനിക്ക് ആൻസർ പറയാം, അത്രമാത്രം മതി. റിയാക്ഷൻ ഉണ്ടായി മതി, റിപ്ലൈ ചെയ്താൽ മതി. എന്റെ നല്ല ചിരിയാണെന്നോ? പക്ഷെ മൊത്തം മോണ കാണാം കേട്ടോ. ചിരിയൊക്കെ നല്ലതാണ്. ശരിയാണ് ഞാൻ പറഞ്ഞത്, ഞാനത് സത്യമാണോ പറഞ്ഞത്. മൊത്തം മോണ കാണാൻ ചിരിക്കുമ്പോ. ഇപ്പൊ ചിരിച്ചല്ലോ, സമാധാന കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും കാര്യങ്ങള് ക്ലാസ് ഇഷ്ടമാണ്? ഓക്കെ, താങ്ക് യു സോ മച്ച്. സെൽഫ് ട്രോളോ? ഇല്ല, ഞാനൊരു സത്യം പറഞ്ഞതാണ്. സീതയാണോ ശ്രീജയാണോ? ശ്രീജയാണ്, ഞാനൊരു സത്യം പറഞ്ഞതാണ്. എനിക്കറിയാം, അതായത് അധികം ചിരിച്ചു കഴിഞ്ഞാല് ഈ മോണ കാണുമല്ലോ. അപ്പൊ എനിക്ക് തന്നെ ഭയങ്കര ഇത് വരും, അയ്യോ അത് മോശമായി പോയില്ലേ എന്നുള്ളൊരു തോന്നല് വരും ചിരിക്കുമ്പോ. പക്ഷെ ചിരിക്കാതിരിക്കാനും പറ്റില്ല. ഓക്കെ, അപ്പൊ ഡൗട്ട് ഒന്നുമില്ല, എല്ലാവർക്കും ക്ലിയർ ആയി? ഓക്കെ, ക്ലാസ് അടിപൊളിയാണ് അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ടീച്ചർ സുന്ദരിയാണ്. ഇപ്പൊ പറയാൻ പറഞ്ഞപ്പോ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. കമന്റുകളുടെ പ്രവാഹമാണ് പറയാൻ പറഞ്ഞപ്പോ. എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആവണം കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയണം ക്ലാസ്സിൽ. ഓക്കെ, കമന്റ് മാത്രം പോരാ. ലാസ്റ്റ് 10 മിനിറ്റ് എന്ന് പറയുന്നത് സംസാരിക്കാനുള്ള സമയം, അല്ലെങ്കിൽ 5 മിനിറ്റ് എന്ന് പറയുന്നത് സംസാരിക്കാനുള്ള ടൈം. അപ്പൊ അതില് മാക്സിമം സംസാരിക്കുക. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇനി ഫ്രൈഡേ കാണാം. Okay, thank you so much. Thank you, ma'am. Thank you.